നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കാം നമുക്ക്. അതിന് 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഉലുവ 2 മണി എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. നമുക്ക് ഉലുവയും ഈ പറഞ്ഞ ജീരകം എല്ലാം കൂടെ ഒന്നിച്ചിട്ടെടുത്ത് നമുക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് നല്ലപോലെ വറുത്ത് മാറ്റി വെക്കാം. അതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി എടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക. അതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം അരമുറി തക്കാളിയും കൂടെ മുറിച്ചിട്ട് ഇളക്കിയെടുത്ത് മിക്സി ജാറിൻ്റെ ഉള്ളിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ ഒരു നുള്ളു പുളിയും അതിൻ്റെ ഉള്ളിൽ ചേർക്കണം, കുറച്ചൊരു കുഞ്ഞ് കഷ്ണം വെള്ളയും കൂടെ ചേർത്ത് ശേഷം അരച്ചെടുത്ത് നല്ലപോലെ പേസ്റ്റായതിന് ശേഷം ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ഈ അരച്ച് വെച്ച മസാല അതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. എണ്ണ തെളിയുന്നിടം വരെ വഴറ്റിയെടുക്കാം. എണ്ണ തെളിയുന്നിടം വരെ വഴറ്റിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലേ അത് നല്ലപോലെ ടേസ്റ്റ് ആവുകയുള്ളൂ. അതിനകത്തോട്ട് 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മുട്ടയും നമ്മൾ വേവിച്ച മുട്ടയും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നത് നല്ല സ്മെല്ലൊക്കെ കേട്ടോ, നല്ല രുചിയാണ്. അങ്ങനെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്